ശമ്പള വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സസ് ഇന്നും പ്രതിഷേധത്തിലാണ്. അടുത്ത 3 ദിവസവും സൂചനാ സമരം തുടരാനാണ് UNA-യുടെ തീരുമാനം. തിങ്കളാഴ്ചക്കകം മിനിമം വേതന കാര്യത്തിൽ സർക്കാർ ഉത്തരവിറക്കണമെന്നും അല്ലെങ്കിൽ അനിശ്ചിതകാല സമരം തുടങ്ങുമെന്നുമാണ് മുന്നറിയിപ്പ്. അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. അജ്മൽ, വളരെ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായ കൂലി വേണം. ആ കൂലി പ്രഖ്യാപനം നേരത്തെ വർധന എന്ന് പറയുന്ന പ്രഖ്യാപനം അത് വെറും വാക്കിൽ ഒതുങ്ങരുത്, ഉത്തരവായി ഇറങ്ങണം എന്ന തികച്ചും ന്യായയുക്തമായ ആവശ്യം നഴ്സസുമാർ ഉന്നയിക്കുകയാണ്. അതിൽ പരിഹാരമാകും എന്ന് പ്രതീക്ഷിക്കാമോ അജ്മൽ? ഹാഷ്മി ക്രിസ്റ്റീന, കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് നഴ്സുമാരെന്ന് പറയുന്നത്. അത് സ്വകാര്യ മേഖലയിലായാലും അത് സർക്കാർ മേഖലയിലായാലും ഈ പ്രതിസന്ധി അവർ അനുഭവിക്കുന്നുണ്ട്. അവർ ഈ സമരമുറകളുമായി അവരുടെ ശമ്പള വർധന അടക്കമുള്ള പ്രശ്നങ്ങളിലെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആ ഒരു സമരമുറകളുമായി പല ഘട്ടങ്ങളിൽ തെരുവിലിറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ എന്ന സ്വകാര്യ മേഖലയിലെ നഴ്സുമാരുടെ സംഘടന ഇന്നലെ തലസ്ഥാന നഗരിയിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചത്. അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരം ഒന്നടങ്കം സ്തംഭിച്ചു പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇന്നലെ സമരമുണ്ടായിരുന്നത്. 490ഓളം ആശുപത്രികളിലെ നഴ്സുമാരാണ് ഈ സമരത്തിന് ഇന്നലെ പങ്കെടുത്തത്. അവർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മിനിമം വേതനം 40,000 രൂപയാക്കുക എന്നതാണ്. ആ 40,000 രൂപ എന്ന മിനിമം വേതനത്തിൽ സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുക. അതുകൂടാതെ ഈ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ നിയമനത്തിൽ കരാർ വ്യവസ്ഥകൾ പാലിക്കുക. അതോടൊപ്പം തന്നെ അവർക്ക് അനുകൂലമായി സർക്കാർ നിയമിച്ച കമ്മീഷനുകൾ നൽകിയ റിപ്പോർട്ടുകൾ നടപ്പിലാക്കുക. ഇങ്ങനെ തുടങ്ങിയ നിരവധികളായിട്ടുള്ള ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വലിയ മാധ്യമ ശ്രദ്ധയിലേക്കും ജനശ്രദ്ധയിലേക്കും ഇന്നലെ ഇവരുടെ സമരം എത്തിയിട്ടുണ്ടെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നൊരു അനുകൂല തീരുമാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയിലേക്കോ ഈ വിഷയത്തിൽ കടന്നിട്ടില്ല എന്നാണ് സംഘടനയുടെ ഭാഗത്ത് നിന്ന് അവരുടെ അധികൃതർ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഘടന ഈ തുടർ നടപടികളിലേക്കും സമര പരിപാടികളിലേക്കും കടക്കുവാനുള്ള തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ഇവർ പല ആശുപത്രികളിലെയും സ്വകാര്യ ആശുപത്രികളിലെയും ഈ നഴ്സുമാർ ഡ്യൂട്ടിയുള്ള നഴ്സുമാരുടെ എണ്ണം വളരെ പരിമിതമായി ചുരുക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇനിയും തുടരുമെന്നും ഈ മാസം 9-ാം തീയതി തൃശ്ശൂരിൽ നിന്നും തുടങ്ങുന്ന ഒരു ലോങ് മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് വരുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ KGMT അടക്കമുള്ള സർക്കാർ ആശുപത്രികളിലെ അധ്യാപകരും ഡോക്ടർമാരും സമരം തുടരുന്ന പശ്ചാത്തലത്തിൽ നഴ്സുമാരും കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ്. ചെയ്യുന്ന 20,000 ബേസിക് ശമ്പളം, അത് കൂട്ടിക്കൊടുക്കാം എന്ന് നേരത്തെ 2023 സമരത്തിൽ അവർക്ക് ഉറപ്പുകൊടുത്തതാണ്, പ്രഖ്യാപനം ഉണ്ടായതാണ്. ഉത്തരവിറങ്ങണം എന്നുള്ള ഏറ്റവും ന്യായമായ ആവശ്യം ഉന്നയിക്കാൻ ഇടപെടേണ്ട സർക്കാർ അടിയന്തരം ഇടപെടട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.